സ്മൃതി വിംസ് ആശുപത്രിയിൽ സന്ദർശിച്ചതിന് ശേഷം മടങ്ങാനാണ് സാധ്യത. പക്ഷേ മടങ്ങുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ടീമിലുള്ളവർ പറയുന്നതും. ഇന്ന് മറ്റ് പരിപാടികളൊന്നും തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. രാവിലെ വന്ന് ഇന്നത്തെ ഷെഡ്യൂളിൽ ഏറ്റവും ഒടുവിലത്തെ പരിപാടിയാണ് ഈ വിംസ് ആശുപത്രിയിലെ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. അതിനുശേഷം ഒരു പക്ഷേ മടങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത്. വിംസ് ആശുപത്രിയിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വന്നപ്പോൾ നിരവധി പേരെയാണ് ഇവിടെ പരിക്കേറ്റും മറ്റും ചികിത്സയ്ക്കായി എത്തിച്ചത്. 166 പേരാണ് വിംസ് ആശുപത്രിയിൽ ഇവിടേക്ക് എത്തിച്ചിരുന്നത് ഈ അപകടത്തെ തുടർന്ന്. അതിൽ പകുതിയിലേറെ പേരും ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടി നമുക്ക് പങ്കുവയ്ക്കാം. നിലവിൽ 62 പേരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അതിലൊരാൾ ഒറീസ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് സാരമായി പരിക്ക് പറ്റി ആ രീതിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരാളാണ് ഉള്ളത്. മറ്റൊന്ന് ആയിഷ എന്ന് പറയുന്ന ഒരു 38 വയസ്സുള്ള ഒരു സ്ത്രീയും അത്തരത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നു. മറ്റുള്ളവരുടെ ആരോഗ്യനിലയൊക്കെ തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. അവന്തിക എന്ന 8 വയസ്സുകാരുടെ ഓപ്പറേഷൻ പൂർത്തിയായോ? അവന്തിക എന്ന് പറയുന്ന ഒരു മകളാണ്. കുടുംബത്തിലെ 9 പേരെ കാണാനില്ലാത്തൊരവസ്ഥ. അതിൽ 5 പേരുടെ മൃതദേഹം ലഭിച്ചിരുന്നു. പിന്നെ ശേഷിക്കുന്ന 4 പേരെ കാണാനില്ലായിരുന്നു. അവരിൽ ചിലരുടെ മൃതദേഹം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഏക അംഗമായി 8 വയസ്സുകാരി അവന്തിക ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യമുണ്ട്. അവന്തികയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. സ്മൃതി കാലിനൊക്കെ പരിക്കുണ്ടായിരുന്നു, കൈക്ക് പരിക്കുണ്ടായിരുന്നു. അതിന് കാലിനായിരുന്നു അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത്. ആ ശസ്ത്രക്രിയ ഇന്നലെ നടക്കുകയും ചെയ്തു. വിജയകരമായി തന്നെ ആ ശസ്ത്രക്രിയ പൂർത്തീകരിക്കുകയും ചെയ്തു. അവന്തികയും അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. നമ്മളന്ന് കാണുമ്പോൾ, ഞാനും സ്മൃതിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രി വാർഡിൽ കയറി അവന്തികയെ കാണുമ്പോൾ നമുക്കറിയാമായിരുന്നു മുഖത്തൊക്കെ നല്ല പരിക്ക്, മുഖത്തൊക്കെ വെച്ചുകെട്ടി കിടക്കുകയായിരുന്നു. വലിയ ബോധമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നെരുപിരി കൊള്ളുകയും എന്തൊക്കെയോ ഓർമ്മിക്കുമ്പോൾ കരയുന്ന ശബ്ദമൊക്കെ നമ്മൾ പുറത്ത് കേട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവന്തികയുടെ ആരോഗ്യനിലയും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആരോഗ്യനില പോസിറ്റീവായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ള 62 പേരിൽ 60 പേരുടെയും ആരോഗ്യനില അത് മെച്ചപ്പെട്ട് വരികയാണ്. 2 പേരുടെ കാര്യത്തിൽ മാത്രമാണ് നേരിയ തോതിലെങ്കിലും ഒരു ആശങ്ക പങ്കുവയ്ക്കാനുള്ളത്. അതിലൊരാൾ ഒറീസ സ്വദേശിയാണ്. തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കോൺക്രീറ്റ് പാളികളുമൊക്കെ വീണിട്ടാണ് പരിക്ക് പറ്റിയതെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. മറ്റൊരാൾ 38 വയസ്സുള്ള ആയിഷ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരുടെ ഉള്ളിലേക്ക് ഈ വേസ്റ്റ് വെള്ളം, മാലിന്യ വെള്ളവും മണ്ണുമൊക്കെ കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു വാഹന വ്യൂഹം, പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ വാഹന വ്യൂഹം കഴിഞ്ഞ് കുറച്ചു നേരമായി വരുന്നു. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഈ വിംസ് ആശുപത്രിയിലേക്ക് എത്തി രോഗികളെ സന്ദർശിക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ, ഒരു ജില്ലയിലുണ്ടായ ദുരന്തം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ കൈപിടിച്ചു നിർത്തിയ, ഓരം ചേർത്ത് നിർത്തിയ ഒരു ജനതയാണ് വയനാട് ജനത. 2 തവണ ലോക്സഭയിലേക്ക് വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ അയക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിച്ച് 2 തവണ ഇവിടെ നിന്ന് വിജയിച്ചു. അതിൽ ഇത്തവണ അത് രാജിവെച്ച് അദ്ദേഹം ഒഴിയുകയും ചെയ്തു. പകരക്കാരിയായി, പിന്മുറക്കാരിയായി സഹോദരി അയക്കാനുള്ള തയ്യാറെടുപ്പ് തീരുമാനം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചും വയനാട് പ്രധാനമാണ്. വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്ന രാഹുലും പ്രിയങ്കയും ഇതാ വിംസ് ആശുപത്രിയിലേക്ക് എത്തുകയാണ്. വിംസ് ആശുപത്രിയുടെ പുറത്ത് പോലീസ് ഒരു സംരക്ഷണ കവചം തീർത്തതിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ആശുപത്രിയിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്തുന്നു. അവരുടെ വാഹനവ്യൂഹം ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. സുജിയ പാർവതി ആശുപത്രിക്ക് അകത്തുനിന്ന് വിവരങ്ങൾ നൽകാൻ. സുജിയ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്തുകയാണ്. ഇവിടെ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം രാഹുൽ മടങ്ങും എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ആശുപത്രിയിലെ സംവിധാനങ്ങൾ എങ്ങനെയാണ്? രാഹുലിനെ അവിടെ സ്വീകരിക്കാൻ ആശുപത്രി വൃത്തങ്ങളുണ്ടാകും, ആശുപത്രിയുടെ അധികൃതരുണ്ടാകും. എന്താണ് അവിടെ കാണാനാകുന്നത്? ഇപ്പോൾ ആശുപത്രിയുടെ മുൻഭാഗത്ത്, അതായത് എൻട്രൻസ് പോയിന്റിൽ തന്നെ ഇവിടെ ഡോക്ടർ മൂപ്പൻസ് അക്കാഡമി, ഒപ്പം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, അതിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ എല്ലാവരും നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനമടക്കം അവിടെയാണ് സുരക്ഷ ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഈ പ്രവേശന കവാടത്തിലേക്ക് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിൽ നിന്നും നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇവിടെ പരിക്കേറ്റവരെ സന്ദർശിക്കുക, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക, അതായത് അവർക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ അവരോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചിരിക്കുക. ഇവിടെ ആയിരിക്കും കുറച്ച് കൂടുതൽ സമയം രാഹുൽ ഗാന്ധി ഉണ്ടാവുക എന്നാണ് നമ്മൾ കരുതുന്നത്. നേരത്തെയും ചൂരൽമല ടൗണിൽ വെച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയും ഒപ്പം ഉണ്ടായിരുന്ന ആളുകളും അവിടെ എത്തിയിരിക്കുന്ന ഒരു തീരുമാനം, ഈ 3 ഇടങ്ങളിലെയും സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം ഈ ഉൾപ്പൊട്ടൽ ദുരന്തത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി രാഹുൽ ഗാന്ധി ശേഖരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്ക് നേരിട്ടെത്തുന്നത് അപകടമുണ്ടായ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ വോട്ടർമാരാണ്, അദ്ദേഹത്തിന്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. ഇപ്പോഴാണ് വയനാട് എം പി സ്ഥാനം ഒഴിഞ്ഞ
കഴിഞ്ഞ് റായ്ബറേലി മാത്രം നിലനിർത്തിയത്. അതിനു മുൻപുള്ള 5 വർഷക്കാലം ഇവിടെ MP ആയിരുന്നയാളാണ്. രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതിനുശേഷം 2 മണ്ഡലങ്ങൾ നിലനിർത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രം വേദനയോടെ സ്വന്തം കുടുംബമാണിതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ബന്ധമുള്ള വയനാട്ടിൽ മേപ്പാടിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തുകയാണ്. മേപ്പാടിയിലെ 2 സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന 2 ക്യാമ്പുകൾ അവിടെയുള്ള ആളുകളെ കണ്ടതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ ഉടൻ തന്നെ എത്താൻ കഴിയും. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഇവിടെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിന്റെ കവാടത്തിലേക്ക് എത്തും. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇരുഭാഗങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ എത്തി ഇവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയുടെ 2ാമത്തെ നിലയിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി പോവുക. അതോടൊപ്പം ICUവിലേക്കും പ്രവേശിപ്പിച്ചിരിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കുന്ന ആളുകളെ കാണുക, അവരുടെ ബന്ധുക്കളൊക്കെ പുറത്തുണ്ട്, ബന്ധുക്കളെയും കാണുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് സാന്ത്വനം നൽകുക, അതാണ് രാഹുൽ ഗാന്ധി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ എത്തി ഇവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയുടെ 2ാമത്തെ നിലയിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി പോവുക. അതോടൊപ്പം ICUവിലേക്കും പ്രവേശിപ്പിച്ചിരിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കുന്ന ആളുകളെ കാണുക, അവരുടെ ബന്ധുക്കളൊക്കെ പുറത്തുണ്ട്, ബന്ധുക്കളെയും കാണുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് സാന്ത്വനം നൽകുക, അതാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടേക്ക് എത്തിച്ചേരും. പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് എത്തുമ്പോൾ അവിടെ ചൂരൽമല ടൗണിൽ വെച്ച് നമ്മൾ പ്രിയങ്കയെ കാണുമ്പോൾ പ്രിയങ്ക ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു ഇതിലേക്ക്, അതായത് ആ ദുരന്തം നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ആരുടെയും ഒരു പ്രതികരണം ആ രീതിയിലായി പോകും. പിന്നീട് പ്രതികരിക്കാം, എല്ലായിടത്തും പോകട്ടെ എന്നാണ് ഇരുവരും പറഞ്ഞത്.